നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി ലഭിക്കാത്തത് കൊണ്ടായിരുന്നു ഇതേവരെ ഈ മുടി ഉസ്താദ് അവരുടെ കയ്യിലേക്ക് കൈമാറാത്തതെന്നും ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുമതി സ്വപ്നത്തിലൂടെ ലഭിച്ചതിന്റെ പേരിലാണ് ഈ മുടി നിങ്ങൾക്ക് കൈമാറുന്നതെന്നും നേരത്തെ ഉസ്താദ് അവറുകളോട് ഷെയ്ഖ് അഹമ്മദ് അവർകൾ പറയുമ്പോൾ ഞാനും സമീപത്തുണ്ടായിരുന്നു. ഷെയ്ഖ് അഹമ്മദ് അവർകൾ പറയുമ്പോൾ ഞാനും സമീപത്തുണ്ടായിരുന്നു. നേരത്തെ ഉസ്താദ് അവറുകളോട് ഷെയ്ഖ് അഹമ്മദ് അവർകൾ പറയുമ്പോൾ ഞാനും സമീപത്തുണ്ടായിരുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യകേശം മഹാനായ ഷെയ്ഖ് അബൂബക്കറിലേക്ക് നീക്കം ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് സയ്യിദി മുഹമ്മദ് ഖാദി അവർകൾ അതിന്റെ സനദ് പരസ്യമായി വായിച്ചുകൊണ്ടാണ് ഇവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി ഷെയ്ഖ് അബൂബക്കർ അവരുടെ കയ്യിലേക്ക് ഞാൻ കൈമാറാൻ ഉദ്ദേശിക്കുന്നത്. അത്ര മുക്കിയിട്ട് കാണിച്ചു കൊടുത്തോ? അതായത് നൗഷാദ് യാസീൻ ബോംബെയിൽ പോയിരുന്നു, പോയാറിയായിരിക്കുമല്ലോ ഏതായാലും. അപ്പൊ പോയ സമയത്ത് ഇക്ബാൽ ജാലിയവാല അതിൽ നിന്നൊരു ഷെയർബാർക്ക് എടുത്തു. അതിൽ നൗഷാദ് യാസീനെ കൊണ്ട് തന്നെ പിന്നെ അത്തർ ഒഴിപ്പിച്ചു. അങ്ങനെ അത്തർ ഒഴിപ്പിച്ചിട്ട് ഒരു ലൈറ്റ് ബൾബിന്റെ അടുത്ത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് കാണിച്ചു കൊടുത്തിട്ട് ഇപ്പൊ നിങ്ങൾ നേരിൽ കണ്ടില്ലോ എന്ന് ചോദിച്ചു. അപ്പൊ യാസീൻ നേരിൽ കണ്ടു. അപ്പം കണ്ടപ്പം പറഞ്ഞു പിന്നെ അത് അത്തറിന്റെ നേരിലാണ്, ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ആ സംസം പിന്നെ ഇത് ഷെയർബാർക്ക് മുമ്പൊരു ഒരു പ്രത്യേക സാധനം കൊണ്ട് കൊടില് മാതിരിയുള്ള പ്രത്യേക സാധനം കൊണ്ട് എടുത്തിട്ട് സംസം വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയിട്ട് അത് നല്ല ചൂടുള്ള ബൾബിന്റെ മേലെ വെച്ച് ഉണക്കി എന്നിട്ട് അത് വീണ്ടും കാണിച്ചു കൊടുത്ത് അതിന് നേരില്ലാന്ന് പറഞ്ഞു. അത് മൂപ്പര് നേരിട്ട് കണ്ടു എന്ന് പറഞ്ഞു നൗഷാദ് യാസീന്. അപ്പൊ എനിക്ക് വേണ്ടപ്പെട്ട ഒരു രണ്ടാളുണ്ട്. അതിലിപ്പോ രണ്ടാളെ പറ്റിയില്ലെങ്കിൽ ഒരാളെങ്കിലും ഞാൻ ഇൻഷാ അല്ലാഹ് നോമ്പ് അവസാനം നാട്ടിൽ വരുന്നുണ്ട്. അത് മർക്കസിൽ വന്നാൽ ഉസ്താദ് അതുപോലെ ഒന്ന് കാണിച്ചു തരാനുള്ള ഒരു ചുറ്റുപാട് അവർക്ക് ഉണ്ടായി കൊടുക്കുവോ? അതെ ഇല്ല, അതൊരു മറുപടിയാ. ഏത് ഇല്ല, പരിശോധിക്കുന്ന ഇപ്പൊ തെറ്റില്ലാന്ന് ഇപ്പൊ നമുക്ക് തന്ന ആളുകളെ പ്രവർത്തനം കൊണ്ട് തെളിഞ്ഞല്ലോ. അല്ല നമ്മളിപ്പോ കാണിച്ചു കൊടുക്കാത്തതിന് എന്താ പിന്നെ കാരണം പറയാ? എനിക്കറിയില്ല, ഞാനതിനോട് പറഞ്ഞു. അല്ല ഇതാ ഇപ്പൊ കൈവശമുള്ള വെച്ചാല് എന്നെക്കാൾ കൊണ്ട് എപ്പിസായിട്ട് ഉസ്താനല്ലോ അല്ലേ? ഇല്ല, ഞാൻ പറയില്ല. ഇതില് സംശയക്കേടൊന്നുമല്ലല്ലോ. അത് അതിന്റെ ഒരു പിന്നെ എന്താ പറയണ്ട, ഇബ്രാഹിം നബി ചോദിച്ച മാതിരി ആയിക്കോട്ടെ, വയനാട് പോയിട്ട് നോക്കിട്ട് ആയിക്കോട്ടെ. മറ്റേ തന്നെ മറ്റേ നാട്ടിലോട്ടില്ല. ഏത് പിന്നെ ഉഷാദിനും അവിടെ പോയിട്ടില്ലാണ്ടേ ഇവിടുന്നല്ല. അതെ, ആ ഒരു ഇതുണ്ടെങ്കിൽ വീട് തന്നെ കാണിച്ചു കൊടുത്ത പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചൂടെ എന്നാണ് ചോദിക്കുന്നത്. ഇല്ല, അത് ഞാൻ പറ്റാം. അതിന് ഓലാറെ പോയിട്ട് നോക്കട്ടെ. അപ്പൊ അയാളോട് ഇല്ലാന്ന് പറയാ. അവസാനിക്കുമെങ്കിലേ അങ്ങനെ അവസാനിക്കുമെങ്കിലേ ഉണ്ടാക്കിയാൽ എന്തായാലും ഉണ്ടാക്കണ്ടേ? കാരണം ഒരു കാണിച്ചു കൊടുത്തിട്ടാണ് ഒരു വാങ്ങിയ അള്ളാന്റെ റസൂലിന്റെ രോമം കത്തിക്കാമെന്ന് നിങ്ങളെ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. തെളിവുണ്ടോ? ഏത് കിതാബിലാ ഉള്ളത്? എന്നാ നിങ്ങൾക്ക് കേൾക്കണോ, ഇത് ഷാഫി മദ്ഹബല്ല, ഹംബലി മദ്ഹബല്ല, ഹനഫി മദ്ഹബല്ല, ഇത് മാലിക്കി മദ്ഹബല്ല, 4 മദ്ഹബുമല്ല. സൈനുദ്ദീൻ മുസ്ലിയാർ പറഞ്ഞത് അത് 3, 4 എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ എന്നിട്ട് പരിശോധിക്കും, തീ കത്തിച്ചിട്ട് എന്റെ ഒരു മുടിയെടുത്തിട്ട് ഞാൻ കരിച്ച് ഞാൻ തീയിലേക്ക് കാണിക്കും, അത് കരിയും. എന്നിട്ട് പിന്നെ ഈ 3 ഒന്നി വെച്ചിട്ട് കൂടുതൽ കണ്ട ഈ ഷാറ് ഓരോന്നെടുത്ത് തീയിൽ കാണിക്കും, ഒരു കരിയിലും സംഭവിക്കുന്നില്ല. അപ്പോൾ അത് റസൂലുള്ളാഹിന്റെ ഒരു ഷാറിൽ നിന്നുണ്ടായ മറ്റ് ഷാറുകളാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഞാൻ എത്രയോ പരിശോധിച്ച അനുഭവം എനിക്കുണ്ട്.